ഏവർക്കും ബുക്ക് ഷെൽഫിലേക്ക് സ്വാഗതം. ഇന്ന് ബുക്ക് ഷെൽഫിൽ നാം പരിചയപ്പെടുന്നത് ചാരേ എന്ന പുസ്തകമാണ്. സഖേർ അച്ഛനാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ചാരയുടെ ഉപശീർഷകം അവൻ്റെ അമ്മയും സ്നേഹിതരുമെന്നാണ്. ജീവൻ ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വളരെ ചെറിയൊരു പുസ്തകമാണ് ചാരേ എന്നുള്ള ഈ പുസ്തകം. പ്രധാനമായും ഇതിൻ്റെ ഉള്ളടക്കത്തിലും ഇതിൻ്റെ കെട്ടുറപ്പിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് സഖേർ അച്ഛൻ. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഏറ്റവും പുതിയ പുസ്തകമാണ് ചാരേ. ഏകദേശം 33 അധ്യായങ്ങളായി, ചെറിയ അധ്യായങ്ങളായി ഈ ചാരയെ അദ്ദേഹം മനോഹരമാക്കിയിട്ടുണ്ട്. സത്യത്തിൽ ആരാണ് ചാര നിൽക്കുന്നത്? ചാര നിൽക്കുന്നത് നമ്മുടെ സ്നേഹിതരും നമ്മുടെ ഉറ്റവരും ഉടയവരൊക്കെയാണ്. ഇവിടെ ചാര നിൽക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ ആരുടെ ചാരയാണ് നാം നിൽക്കുന്നത്? അത് ക്രിസ്തുവിൻ്റെയാണ്. ക്രിസ്തുവിൻ്റെ ചാര നിൽക്കുന്നത് ആരാണ്? അവൻ്റെ അമ്മയും സ്നേഹിതരും. അങ്ങനെ വരുമ്പോൾ അവൻ്റെ അമ്മയെക്കുറിച്ചും സ്നേഹിതരെക്കുറിച്ചും ധ്യാനിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഓർമ്മകളും അവനെക്കുറിച്ചുള്ള ബോധ്യങ്ങളും കൂടുതൽ മനോഹരമായി അല്ലെങ്കിൽ ആഴത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 16 അധ്യായങ്ങൾ അമ്മ എന്ന സബ്ജക്റ്റിൽ അല്ലെങ്കിൽ അമ്മ എന്ന തലക്കെട്ടോടുകൂടി അദ്ദേഹം രൂപപ്പെടുത്തിയിരിക്കുകയാണ്. അമ്മ, പറഞ്ഞാൽ തീരാത്ത വാക്ക്. രണ്ടാമത്തെ ഭാഗം സ്നേഹിതരെക്കുറിച്ചാണ്. അമ്മയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടത് സ്നേഹിതരെക്കുറിച്ചാണ്. സ്നേഹിതർ, നടന്നാൽ തീരാത്ത ദൂരം. ഇപ്രകാരം തൻ്റെ സ്നേഹിതരെക്കുറിച്ചും തൻ്റെ അമ്മയെക്കുറിച്ചും ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം, അല്ലെങ്കിൽ അവൻ്റെ അമ്മയ്ക്കും അവൻ്റെ സ്നേഹിതർക്കും എന്തായിരുന്നു ഭാവങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതം നമ്മളോട് പറയാതെ പറയുന്നത് എന്താണ്? വചനത്തിൻ്റെ വെളിച്ചത്തിൽ സഖേർ അച്ഛൻ മനോഹരമായി തന്നെ അതിനെ രൂപപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ മെനഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പുസ്തകമാണ് സഖേർ അച്ഛൻ്റെ ഞാൻ വായിച്ചിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം, ഈ പുതിയ പുസ്തകം. കാരണം ഇതിൻ്റെ ഉള്ളടക്കം വളരെ കൃത്യതയോടുകൂടിയാണ് അദ്ദേഹം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലെ ഓരോ അധ്യായവും ചെറിയ അധ്യായങ്ങളാണ്. ഒരു 1-1.5 പേജൊക്കെയുള്ള ചെറിയ അധ്യായങ്ങളായാണ് ഈ പുസ്തകം അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൻ്റെ കെട്ടുറപ്പിൽ അദ്ദേഹം വളരെ കൃത്യതയാർന്ന ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ അധ്യായവും ആദ്യത്തെ 16 അധ്യായവും അതിനുശേഷമുള്ള 17 അധ്യായങ്ങളും വളരെ മനോഹരമായി തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അത് അമ്മയെക്കുറിച്ചുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളും അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തലുകളുമാണ്. അത് ചിലപ്പോൾ നമുക്ക് ബോധ്യങ്ങളായും നമ്മുടെ പുതിയ ചിന്താരീതിയെ കൂടുതൽ രൂപപ്പെടുത്താനൊക്കെ അത് നമ്മളെ ഒത്തിരി സഹായിക്കുന്ന രീതിയിലാണ് അമ്മയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ. പിന്നീട് വരുന്ന 17 അധ്യായങ്ങളിൽ സ്നേഹിതരെക്കുറിച്ച്, ആ സ്നേഹിതരെക്കുറിച്ചുള്ള നമ്മൾ ഫ്രണ്ട്ഷിപ്പുകളെക്കുറിച്ചും അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറീസ്, മോട്ടിവേഷണൽ സ്റ്റോറീസ്, ഇൻസ്പയറിംഗ് സ്റ്റോറീസ് ഒക്കെ നമ്മൾ വായിച്ചിട്ടുള്ളവരാണ്. അപ്രകാരം 2-ാം അധ്യായത്തിൽ സ്നേഹിതരെക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ വൈദികർക്കും സന്യസ്തർക്കുമൊക്കെ കൂടുതൽ വായിച്ചെടുക്കാൻ എളുപ്പമാകുന്ന വിധത്തിൽ ഈ 2-ാം അധ്യായം അദ്ദേഹം രൂപപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹം ഒരു വൈദികനാണ്. അതുകൊണ്ട് തന്നെ സ്നേഹിതരെന്ന് പറഞ്ഞാൽ ആരാണ്? അവനെ അനുഗമിക്കുന്നവർ, അവൻ്റെ ശിഷ്യന്മാരാണ് സ്നേഹിതർ. ആ സ്നേഹിതർ എപ്രകാരമായിരിക്കണം അവൻ്റെ ചാര നിൽക്കുന്നത്, അല്ലെങ്കിൽ ചാര നമ്മൾ നിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇപ്രകാരം ക്രിസ്തുവിൻ്റെ ചാര നിൽക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പുസ്തകം. അതുകൊണ്ട് അവൻ്റെ അമ്മയും സ്നേഹിതരും നടന്ന വഴിയെ നമുക്ക് നടക്കാം. അതിനുള്ള ഒരു കുറുക്കുവഴിയാണ് ചാരേ എന്നുള്ള ഈ പുസ്തകം. അമ്മ വിചാരങ്ങളോടുകൂടിയാണ് ചാരേ ആരംഭിക്കുന്നത്. ആദ്യത്തെ 16 അധ്യായങ്ങളിൽ അമ്മ വിചാരങ്ങൾ. ഓരോ മരിയ വിചാരങ്ങളും വളരെ വ്യത്യസ്തങ്ങളായാണ് സഖേർ അച്ഛൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യത്തെ അധ്യായം വാർത്ത എന്ന ശീർഷകമാണ്. നസ്രത്തിലെ നന്മ നിറഞ്ഞ അമ്മയുടെ വിചാരം നമുക്കൊരു തിരുത്താണ്. നല്ലത് ചിന്തിക്കാനും നന്മ പറയാനുമുള്ള കരുത്തേകുന്ന ഓർമ്മയാണത്. നിരവധിയായ വാർത്തകളല്ലേ ദിവസവും നാം കേൾക്കുന്നത്? അല്ലെങ്കിൽ എന്തുമാത്രം വാർത്തകളിലൂടെയാണ് നാം കടന്നു പോകുന്നത്? പലപ്പോഴും നാം കാഴ്ചക്കാരാണ്, അല്ലെങ്കിൽ കേൾവിക്കാരാണ്. എന്തുമാത്രം വാർത്തകളാണ് ദിവസവും വിരൽത്തുമ്പിലൂടെ നാം ഷെയർ ചെയ്യുന്നത്? ഈ ആനുകാലിക പ്രസക്തിയുള്ള ഈ വിഷയത്തിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും ആദ്യമായി അവൾ കേൾക്കുന്നത് ഒരു വാർത്തയാണ്. ദൂതൻ അവൾക്ക് നൽകുന്ന ഒരു ദൂതാണ് അവളുടെ ജീവിതത്തിലേക്ക് അവൾ സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ ബോധ്യമായി ഇന്ന് നിലനിൽക്കുന്ന ആദ്യത്തെ വാർത്ത. പലപ്പോഴും ഇപ്രകാരമുള്ള
വാർത്തകളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പാഠം അതാണ്. ഒരു കാര്യത്തെ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന ഒരു ബോധ്യത്തെ എപ്രകാരമാണ് ദൈവഹിതമാക്കി നമുക്ക് മാറ്റാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള ബോധ്യമായി നമ്മുടെ ആ ദൂതിനെ മാറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അമ്മ മറിയത്തിൻ്റെ നിശബ്ദതയുടെ തീരത്ത് കുറേ നേരം വെറുതെ ഇരിക്കണം. അപ്പോൾ നീ കേട്ടു തുടങ്ങും കണ്ടുമുട്ടുന്ന ഓരോ സ്ത്രീയുടെയും ഉള്ളിലെ കടലിരമ്പം. നീ കണ്ടു തുടങ്ങും അവരിലെ സ്നേഹകലഹങ്ങളുടെ ആഴം. കുഞ്ഞു കാര്യങ്ങളെ ചൊല്ലിക്കെഴുന്ന അമ്മമാരെ നീ കണ്ടിട്ടില്ലേ? എന്നാലോ പുരുഷ ഹേസരികളൊക്കെ വല്ലാത്തൊരു നിസ്സഹായതയിൽ തളർന്നു പോയ നേരങ്ങളിൽ തുണയും തൂണുമായി കൂട്ടുനിന്നതും അവൾ മാത്രമല്ലേ? പലപ്പോഴും പുരുഷ ഹേസരിമാരുടെ മേധാവിത്വമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമൂഹം, ഈ പൊളിറ്റിക്സ് പുരുഷ മേധാവിത്വത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടം. പക്ഷെ നാം തിരിച്ചറിയണം, ഒരു സ്ത്രീ പണ്ട് ആ കാൽവരിയുടെ ചുവട്ടിലും ധൈര്യമായി ശക്തമായി നിലനിന്നത്, അല്ലെങ്കിൽ തൂണുപോലെ എന്ന് സഖ്യാറാച്ചൻ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. തൂണുപോലെ, തുണയായി എന്നൊക്കെ. അങ്ങനെ നിൽക്കാൻ പരിശുദ്ധ അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ മനസാന്നിധ്യമുണ്ടായതും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതും. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് തൂണും തുണയുമായി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ നിൽക്കുമ്പോഴാണ് മാതൃഭാവങ്ങളുടെ ആരംഭം അത് നമ്മുടെ ജീവിതത്തിൽ തുടങ്ങുന്നത്. പിന്നീട് വരുന്ന ഓരോ അധ്യായത്തിൻ്റെ തുടക്കവും ഒടുക്കവും അദ്ദേഹം രേഖപ്പെടുത്തുന്നത് നമ്മുടെ അനുഭവ തലങ്ങളിൽ നിന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കെന്താണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്നും മാതൃകയാക്കാൻ പറ്റുന്നത്, എന്താണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് വില കൊടുത്തു വാങ്ങാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നോക്കി പഠിക്കാൻ പറ്റുന്നത്. എത്ര ഭംഗിയായിട്ടാണ് ഒഴിഞ്ഞു മാറുന്നത് പരിശുദ്ധ അമ്മ. മകൻ്റെ കീർത്തിയുടെ വെള്ളി വെളിച്ചത്തിലേക്കൊന്നും കടന്നു വരുന്നതേ ഇല്ല എന്ന് അച്ഛൻ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. മകൻ്റെ പ്രകാശത്തിൻ്റെ ഒരു വെട്ടത്തിലേക്ക് പോലും അവൾ പ്രകാശിതയായിട്ടുണ്ട്. പക്ഷേ അവൻ്റെ ലാവണ്യത്തിലേക്കോ അവൻ്റെ കീർത്തികളിലേക്കോ ഒന്നും അമ്മ കടന്നു വരുന്നില്ല. അവൾ വഴുതി മാറി പരൽമീനിനെ പോലെ പോകുകയാണ്. ആ ഒരു ചിത്രം, പരിശുദ്ധ അമ്മയുടെ ആ ഒഴിഞ്ഞുമാറൽ ഇന്ന് ഏതൊരു വ്യക്തിക്കും മാതൃകയാക്കാവുന്നതാണ്. കാരണം ഇന്ന് ലൈറ്റിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് ആഘോഷങ്ങളെ, അല്ലെങ്കിൽ നിറമുള്ള സ്വപ്നങ്ങളിലേക്കൊക്കെ നമുക്കും എടുത്തു ചാടാനുള്ള ഒരു ഓർമ്മയായി, അല്ലെങ്കിൽ ആ ഒരു ആകർഷത്വം നമുക്കുണ്ട്. അവിടെ പരിശുദ്ധ അമ്മ ഒരു മാതൃകയായി നിൽക്കുകയാണ്. അർഹതയുണ്ടായിട്ടും ചിലതൊക്കെ വേണ്ടെന്ന് വയ്ക്കുന്ന ചില ഒഴിഞ്ഞു നിൽപ്പുകളും നിലപാടുകളുമുണ്ടല്ലോ. അവയ്ക്ക് അമ്മ മറിയത്തിൻ്റെ അന്തസ്സിനോളം ഗരിമയുണ്ട്. അല്പന്മാരുടെ ആകാശഗംഗയിൽ ഭ്രമണം ചെയ്യാനല്ല നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും. ഇന്ന് അല്പന്മാരാണല്ലോ ഭരിക്കുന്നത്. അപ്പോൾ ആ ആകർഷണത്തിൽ, അല്ലെങ്കിൽ ആ ആകാശഗംഗയിൽ ഭ്രമണം ചെയ്യാതെ മാറി നടക്കാനുള്ള, തിരഞ്ഞെടുക്കപ്പെട്ടവരായ നമ്മൾ മാറി നടക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അമ്മയെക്കുറിച്ചുള്ള ഒരു മനോഹരമായ വരികൾ: പിണങ്ങുമ്പോൾ തോന്നും അമ്മ നല്ലൊരു നടിയാണെന്ന്, സ്നേഹിക്കുമ്പോൾ തോന്നും അമ്മയ്ക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന്. ഇപ്രകാരം ഓരോ അമ്മമാരുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് വാങ്ങിച്ചെടുക്കാവുന്ന, അല്ലെങ്കിൽ നോക്കി പഠിക്കാവുന്ന ഓർമ്മപ്പെടുത്തൽ തന്നെയാണിത്. പലപ്പോഴും നമ്മുടെ സന്തോഷങ്ങളിലേക്കും നമ്മുടെ വിജയങ്ങളിലേക്കും വരാതെ അമ്മമാരിന്നും സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് തോന്നും അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. ചാര എന്ന ഈ പുസ്തകത്തിൽ കാലിക പ്രസക്തമായ എനിക്ക് തോന്നിയ ഒരു വരി ഇതാണ്: സെൽഫ് പ്രൊമോഷനൊക്കെ IT കൊട്ടേഷൻ കൊടുത്ത് നടത്തുന്ന നമുക്കിടയിൽ നസ്രത്തിലെ കന്യകയൊക്കെ വൻ തോൽവിയല്ലേ? കാരണം അവൾ സഞ്ചരിച്ചതത്രയും ആത്മപ്രദർശനത്തിന് വിപരീത ദിശയിലാണ്. ആത്മത്യാഗത്തിൻ്റെ രാജപാത. ഈ ആത്മത്യാഗത്തിൻ്റെ രാജപാതയാണ് ഇന്ന് നമുക്കില്ലാതായി പോകുന്നത്. പരിശുദ്ധ അമ്മ തരുന്ന ഏറ്റവും വലിയ മാതൃക ഈ ആത്മത്യാഗമാണ്. ഈ രാജപാത നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. അതുതന്നെയാണ് നമ്മുടെ തോൽവികളുടെയൊക്കെ കാരണം. നമ്മൾ സെൽഫ് പ്രൊമോഷനായി കൊട്ടേഷൻ കൊടുക്കുന്നു എന്നാണ് എഴുത്തുകാരൻ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സഞ്ചരിച്ചതത്രയും ആത്മപ്രദർശനമായി മാറുകയല്ലേ? ഈ ആത്മപ്രദർശനം മാറി ആത്മത്യാഗമാകുമ്പോഴാണ് ജീവിതം കൂടുതൽ ധന്യമായി മാറുന്നത്. ഇതിൽ അദ്ദേഹം ഒരു അനുഭവം എഴുതി വച്ചിട്ടുണ്ട്. സഖാവ് ചെഗുവരെ സിസ്റ്റർ ആൻമരിയയ്ക്ക് അയച്ച കത്തുകളിൽ ഒന്നിൽ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട്: പ്രിയ ആൻമരിയ, ക്രിസ്തു ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഏതു പക്ഷത്ത് നിൽക്കുമെന്ന് ചിന്തിക്കുക. ആ പക്ഷത്ത് നിൽക്കുക. കാരണം
ക്രിസ്തുവിനെ വിട്ടുനിൽക്കാൻ നിനക്ക് കഴിയില്ലല്ലോ. ക്രിസ്തുവിൻ്റെ പക്ഷത്ത് നമുക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും? ക്രിസ്തുവിൻ്റെ പക്ഷത്തോട് ചേർന്ന് നിൽക്കണമെങ്കിൽ അത് ആത്മത്യാഗത്തിൻ്റെ വഴിയാണ് എന്നാണ് സഖ്യറച്ചൻ ഇവിടെ രൂപപ്പെടുത്തി എഴുതി വച്ചിരിക്കുന്നത്. ഇങ്ങനെ കുരിശു ചുമന്നവനെ ചുമന്ന ഗർഭപാത്രത്തിൻ്റെ ഉടമയാണ് പരിശുദ്ധ അമ്മ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ അമ്മ മകനെ വളർത്തി പടികടത്തി വിട്ടത് ലോകത്തെ രക്ഷിക്കാനാണ്, മാനവ വിമോചനത്തിൻ്റെ പുതുചരിത്രം എഴുതാനാണ്. എന്നിട്ടിങ്ങനെ മാറി ഒതുങ്ങി നിന്നു. തോൽക്കുമെന്നുള്ള കളിയിൽ കൂടെ തന്നെ നിന്നു. ഈ കളി തോൽക്കാനുള്ളതാണെന്ന് പരിശുദ്ധ അമ്മയ്ക്കറിയാം. അല്ലെങ്കിൽ അവളുടെ മകൻ്റെ ബോധ്യങ്ങളിലൂടെ അവൻ നൽകിയ പാഠങ്ങളിലൂടെ അവൾ മനസ്സിലാക്കി ഈ കളി തോൽക്കാനുള്ളത് തന്നെയാണെന്ന്. എന്നിട്ടും ഈ കളിയിൽ അവനോടൊപ്പം നിൽക്കുകയാണ്. കുരിശിൻ്റെ ചുവട്ടിലേക്കും ആ അമ്മ ചാരെ നിൽക്കുകയാണ്. ആ ചാരയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. ആ ചാര എങ്ങനെ നമുക്ക് നിൽക്കാൻ പറ്റുമെന്ന് പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് മാതൃക തരികയാണ്. പിന്നീട് വരുന്ന ഓരോ അധ്യായങ്ങളും ഇപ്രകാരമുള്ള ചില ചേർന്ന് നിൽപ്പുകളെക്കുറിച്ചാണ്. 8-ാം അധ്യായം തുടങ്ങുന്നത് മഹിൻ ഷാജഹാൻ്റെ ഒരു കുറിപ്പോടുകൂടിയാണ്. അമ്മയെക്കുറിച്ചുള്ള കുറിപ്പാണ്. മക്കൾക്കു വേണ്ടിയുള്ള അമ്മയുടെ കാത്തിരിപ്പ് ഫ്രീസറിലും തുടരുകയാണ്. അമ്മമാരുടെ ഈ കാത്തിരിപ്പിൻ്റെ അല്ലെങ്കിൽ ശക്തമായ ചില കാത്തിരിപ്പുകൾ അമ്മമാരിലുണ്ട്. അമ്മ മറിയത്തിൻ്റെ സമർപ്പണത്തെക്കുറിച്ച് നാം എത്രയോ കേട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്തുമാത്രം വാചാലരായിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് ഈ സമർപ്പണം സാധ്യമായത്, ജീവിതത്തിൻ്റെ എല്ലാ ഭാഗവും ജീവിതത്തിൻ്റെ എല്ലാ ബോധ്യങ്ങളും സമർപ്പണമാക്കാൻ പറ്റിയത് ഈ കാത്തിരിപ്പിലാണ്. മകൻ്റെ ജീവിതത്തിൻ്റെ കുരിശോളം അവൾ കാത്തിരിക്കുന്നു. അല്ലെങ്കിൽ മകൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പോകലിലും അവൾ കാത്തിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ നന്മ ആ നസ്രത്തിലെ പെൺകുട്ടിക്ക് കടന്നു വരുമെന്ന് ഓർമ്മയിൽ. ഇങ്ങനെ ഓരോ അമ്മമാരും കാത്തിരിപ്പിലാണ് എന്നാണ് എഴുത്തുകാരൻ ഇവിടെ കുറിച്ചിട്ടിരിക്കുന്നത്. ഈ കാത്തിരിപ്പിലേക്ക് മക്കളായ നമുക്കെപ്രകാരം നടന്നു നീങ്ങാൻ പറ്റും? മക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ എവിടെയാണ്? അങ്ങനെ വരുമ്പോൾ ഈ വരികൾ കൂടുതൽ ദൃഢമാവുകയാണ്. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് അമ്മതൻ ചെരുപ്പായി മാറണം. അമ്മതൻ ചവിട്ടേൽക്കാനല്ല, മറിച്ച് ഈ നാളത്രയും എന്നെ ചുമന്ന അമ്മയെ ഞാനൊന്ന് ചുമക്കട്ടെ. ഈ നാളത്രയും നമ്മളെ ചുമന്ന അമ്മമാരെ ഞാനൊന്ന് ചുമക്കട്ടെ എന്ന്. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് അമ്മയുടെ ചെരുപ്പായി മാറണമെന്ന്. എത്രമാത്രം ശക്തമായ വരികളാണ്. പലപ്പോഴും ഈ അമ്മമാരുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു വയ്ക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ക്രിസ്തു ചെയ്തത് അതാണ്. അവൻ്റെ ചാരെ നിന്ന ശിഷ്യന് അവൻ്റെ അമ്മയെ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മയെ കൊടുക്കുകയാണ്. ഇങ്ങനെ ചാരെ നിൽക്കുന്നവർക്കാണ് അവൻ അമ്മയെ കൊടുക്കുക. അല്ലെങ്കിൽ ചാരെ നിൽക്കുന്ന ശിഷ്യനെ തേടി അവൻ്റെ അമ്മയും കടന്നു വരുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ നഷ്ടമാവുന്നത് നമ്മുടെ അമ്മ മനസ്സാണ് എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും നമുക്ക് നഷ്ടമാകുന്നത് ഈ അമ്മ മനസ്സാണ്, ചാരെ നിൽക്കാനുള്ള മനസ്സാണ്. ക്രിസ്തുവിൻ്റെ ചാരെ നിൽക്കാനുള്ള ഈ അമ്മ മനസ്സിലേക്കുള്ള ദൂരം എന്തുമാത്രമാണ് എന്നൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ പാഠം എന്നുള്ള ഒരു അധ്യായത്തിലൂടെ വേഗം മനോഹരമായൊരു പാഠം അവതരിപ്പിക്കുകയാണ്. അതിങ്ങനെയാണ്: അമ്മ മറിയം ഒരു ഒറ്റയടി പാതയാണ്. ക്രിസ്തു ഉരുവാകുന്നതിൻ്റെ വഴിത്താര തെളിച്ചെടുത്ത ഒറ്റയാൾ പോരാട്ടമാണത്. ഈ ആത്മാന്വേഷണ സരണിയിൽ പ്രയാണം നടത്തുവാൻ പ്രേരണയുണർത്തുന്ന ചില പാഠങ്ങളുണ്ട്. പുറത്തേക്കുള്ള യാത്രകൾക്കൊടുവിൽ ഒരിക്കൽ നാം ഓരോരുത്തരും നടന്നു തുടങ്ങേണ്ട അകവഴികളെ ഓർമ്മിപ്പിക്കുന്ന പാഠങ്ങളാണവ. അമ്മ മറിയം ഒരു ഒറ്റയടി പാതയാണ്. എങ്ങോട്ടുള്ള പാതയാണ്? ക്രിസ്തുവിലേക്ക് മാത്രമുള്ള പാതയാണ്. ഈ ക്രിസ്തുവിലേക്കുള്ള ഒറ്റയടി പാതയിലൂടെ നമുക്ക് യാത്ര തുടങ്ങണമെങ്കിൽ, യാത്രകൾ നമ്മുടെ ജീവിതത്തിൽ ധന്യമാകണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഒരു ശക്തമായ സാന്നിധ്യം കൂടെ ഉണ്ടാവണം. അതുകൊണ്ടാണ് ദിവസവും കൊന്തമണികളിലൂടെയും നവനാളിലൂടെയുമൊക്കെ അമ്മ വഴികളിലൂടെ അമ്മയുടെ വിചാരങ്ങളോട് കൂടി നാം യാത്രയാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമ്മ വിചാരം അത്രമാത്രം ദൃഢമായി നമ്മോട് ചേർന്ന് നിൽക്കുന്നത്. സുഹാസ്മങ്ങാറിയുടെ ഒരു വരിയുണ്ട്: അമ്മയില്ലാത്താവും വരെ അമ്മ രുചിച്ചതാണ് മനുഷ്യർ കഴിച്ചതിൽ മുക്കാലും. സത്യമല്ലേ? അമ്മ ഒരാളുടെ ജീവിതത്തിൽ നിന്നും അപ്രത്യക്ഷമാകുന്നത് വരെ അമ്മ കഴിച്ചതാണ് നമ്മൾ ഓരോരുത്തരും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അമ്മ രുചിച്ചതാണ് നമ്മൾ ഓരോരുത്തരും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ജീവിതത്തിലുടനീളം അമ്മ ഒരു ഭാഗമായി മാറുന്നുണ്ട് നമ്മുടെ. ഈ അമ്മയുടെ ജീവിതം, അല്ലെങ്കിൽ നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഈ അമ്മയുടെ ജീവിതം എന്തുമാത്രം ദൃഢമായാണ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അതാണ് ഈ പുസ്തകം സത്യത്തിൽ നമ്മോട് ചെയ്യുന്ന ഏറ്റവും വലിയ നല്ല കാര്യം.
ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒപ്പിയെടുക്കാൻ നമ്മളെ ഒന്ന് പ്രാപ്തരാക്കുക മാത്രമാണ് ഈ ചാരെ എന്ന പുസ്തകം നമ്മോട് ചെയ്യുന്നത്. ഈ പുസ്തകത്തിൻ്റെ 2ാം ഭാഗം സ്നേഹിതരെക്കുറിച്ചാണ്. ചാരെ നിൽക്കുന്ന രണ്ടാമത്തെ ആൾക്കാർ അവർ സ്നേഹിതരാണ്, അല്ലെങ്കിൽ അവൻ്റെ ശിഷ്യന്മാർ. ആ ശിഷ്യരിലേക്കുള്ള ദൂരം അത് നടന്നാൽ തീരാത്ത ദൂരമെന്നാണ് സഖ്യറച്ചൻ എഴുതി വച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹിതരാവുക, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അവൻ്റെ ഒപ്പം നടക്കാനും അവനെ കേൾക്കാനും അവനെങ്ങനെ കണ്ടുപഠിക്കാനുമൊക്കെ അതാണ് സ്നേഹിതൻ്റെ സ്ഥാനവും അവൻ്റെ ജോലിയും. ക്രിസ്തുവിൻ്റെ സ്നേഹിതനെന്നാൽ അവൻ്റെ കൂടെ ഇരിക്കുക എന്നാണ്. കൂടെ ഇരിക്കൽ നിശ്ചയമായും ഒരുതരം വിട്ടുകൊടുക്കലാണ്. പലതിൽ നിന്നും വിട്ടുകളഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് അവൻ്റെ ചാരെ വരുന്ന ഒരവസ്ഥ. ശിമയോനും അന്ത്രയോസും വല വിട്ടുവന്നു. സെബെദയുടെ മക്കൾ അപ്പനെയും. ചുങ്കസ്ഥലത്തിരുന്ന് ലേവി പണവും പെട്ടിയും ഉപേക്ഷിച്ചു. ഇങ്ങനെ സുവിശേഷത്തിലുടനീളം അവൻ്റെ ചാരെ വന്ന ശിഷ്യർക്ക്, അവൻ്റെ സ്നേഹിതർക്ക് പല വിട്ടുകൊടുക്കലും അവരുടെ ജീവിതത്തിലുണ്ടായി. ഈ ശിഷ്യത്വം തന്നെ ഒരു തരത്തിൽ ത്യാഗമാണ്. നമ്മൾ ആദ്യം കണ്ട ത്യാഗത്തിൻ്റേതായ രാജകീയ പാത. അവൻ്റെ ചാരെ ഇത്തിരി നേരം നമുക്കൊന്ന് ഇരുന്ന് നോക്കാം. തിരക്കുകളുണ്ടെന്നറിയാം, എന്നാലും അല്പം നേരം അവനോടൊപ്പം ഇരിക്കാൻ ഉണ്ടാവണം. ശരിക്കും അവൻ്റെ അടുത്ത് വെറുതെ ഇരിപ്പ് നല്ലതല്ലേ? ബുദ്ധൻ പറഞ്ഞത് ഓർമ്മയുണ്ട്, കലങ്ങിയിരിക്കുന്ന വെള്ളം തെളിയാൻ അതിങ്ങനെ വെറുതെ വെച്ചിരുന്നാൽ മതിയെന്ന്. ഈ ബുദ്ധചിന്തയിൽ നിന്ന് ഒത്തിരി കാര്യങ്ങളാണ് നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റുന്നത്. കലങ്ങിയിരിക്കുന്ന വെള്ളം തെളിയാൻ അതിനെ വെറുതെ വെക്കുക. ജീവിതത്തിൽ പല വിധത്തിലുള്ള പരാജയങ്ങളിലൂടെ, പല വിധത്തിലുള്ള ബഹളങ്ങളിലൂടെയൊക്കെ കലങ്ങിയിരിക്കുന്ന നമ്മുടെ ജീവിതം അതൊന്ന് തെളിഞ്ഞ് നേരെയാകാൻ, അല്ലെങ്കിൽ ശുദ്ധമായ വെള്ളമായി നിശ്ചലമാകാൻ ക്രിസ്തുവിൻ്റെ ചാരെ ഇരിക്കാനാണ് സഖ്യറച്ചൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആ ചാരയിരിപ്പാണ് യേശു അല്ലെങ്കിൽ ക്രിസ്തുനാഥൻ നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ ചാരയിരുന്നവരുടെ ജീവിതമെല്ലാം ലാവണ്യം നിറഞ്ഞതായി എന്നാണ് സുവിശേഷം നമുക്ക് മുമ്പിൽ സമർത്ഥിക്കുന്നത്. കേട്ട വാർത്തകൾ പെരുകുന്ന കാലത്ത് നമ്മുടെ വിളിയും മറ്റൊന്നല്ല, നല്ല വിശേഷങ്ങൾ പങ്കുവയ്ക്കുക. സ്നേഹിതരുടെ ഏറ്റവും വലിയ ഗുണമാണ് നല്ല വിശേഷങ്ങൾ പങ്കുവയ്ക്കുക. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കാനാണ് ശിഷ്യന്മാരെ അവൻ ഉപയോഗപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അവർക്കുള്ള ആഹ്വാനമായി നൽകുന്നത്. ഇപ്രകാരം നല്ല വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആസ് എ ക്രിസ്ത്യൻ ആർ വി ആർ സ്പ്രെഡിങ് ഗോസ്പൽ ഓർ ഗോസിപ്പ്? ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ പരിശോധിക്കേണ്ട ഒരു വാക്യമാണിത്. ആസ് എ ക്രിസ്ത്യൻ ആർ വി സ്പ്രെഡിങ് ഗോസ്പൽ ഓർ ഗോസിപ്പ്? നല്ല വാർത്തയുടെ, നല്ല സുവിശേഷത്തിൻ്റെ, നല്ല വിശേഷത്തിൻ്റെ വാഹകരാകാൻ സ്നേഹിതരായ നമുക്ക് പറ്റുന്നുണ്ടോ? സ്നേഹിതരെക്കാൾ ഉപരി ശിഷ്യന്മാരായ ക്രിസ്തു ശിഷ്യനായ നമുക്ക് പറ്റുന്നുണ്ടോ? അങ്ങനെ പറ്റുന്നെങ്കിൽ തീർച്ചയായും പറയാൻ പറ്റും നമ്മൾ ക്രിസ്തുവിൻ്റെ ചാരയാണെന്ന്, അവൻ്റെ ചാരയിരിക്കുന്ന ഉത്തമ ശിഷ്യരാണെന്ന്. 20-ാം അധ്യായം ശാന്തിയെക്കുറിച്ചാണ്, സമാധാനത്തെക്കുറിച്ച്. മതങ്ങൾക്കും സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ഏർപ്പെടുത്തണം, അവർ മത്സരിക്കട്ടെ എന്നാണ് അജിത് കുമാർ ആർ എഴുതിയിരിക്കുന്നത്. മതങ്ങൾക്കും സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ഏർപ്പെടുത്തണം, അവർ മത്സരിക്കട്ടെ. ഈ മത്സരം സമാധാനത്തിൻ്റെ, അല്ലെങ്കിൽ ഐശ്വര്യത്തിൻ്റെയും ശാന്തിയുടെയും ഒക്കെ ആ ഒരു ആർജവത്വത്തിലേക്കുള്ള മത്സരമുണ്ടാകണം. നമ്മുടെ പല മതങ്ങളും ഇപ്രകാരം ഈ മത്സരങ്ങളിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ, സമാധാനത്തിനു വേണ്ടിയുള്ള ഓട്ട മത്സരങ്ങളിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ ഈ ലോകമൊക്കെ എത്രമാത്രം ധന്യമാകും. വിനോദയാത്രാ സംഘത്തിലെ വഴികാട്ടി ചെന്നെത്തുന്ന ഓരോ സ്ഥലത്തെക്കുറിച്ചും എത്ര ഭംഗിയായിട്ടാണ് വിവരണങ്ങൾ നൽകുക. അതയാൾ പലവട്ടം അവിടെ പോയിട്ടുള്ളത് കൊണ്ടാണ്. ശരിക്കും ഒരു വട്ടമെങ്കിലും സമാധാനം അനുഭവിച്ചിട്ടില്ലാത്ത നാം എങ്ങനെയാണ് ഇതിനെ വിശദീകരിക്കുക? ക്രിസ്തു ശിഷ്യരായ, സ്നേഹിതരായ, ശിഷ്യരായ നമുക്കൊക്കെ സമാധാനമില്ലെങ്കിൽ എങ്ങനെയാണ് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞവൻ്റെ സമാധാനം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? ഇപ്രകാരമുള്ള സമാധാനം ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് സഖ്യറച്ചൻ ചാര എന്ന ഈ പുസ്തകത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സമാധാനം കിട്ടണമെങ്കിൽ അത് അവൻ്റെ ചാരയെത്തുമ്പോൾ മാത്രമാണ്. 26-ാമത്തെ അധ്യായം തുണ എന്ന പേരിലാണ്. ആ അധ്യായം തുടങ്ങുന്നത് ഇപ്രകാരമാണ്: അവസാനത്തോളം കൂടെ ഇരിക്കാനാവുക എത്ര വലിയ പുണ്യമാണ്, വിശേഷിച്ചും ഒരു ധർമ്മസങ്കടത്തിലൊക്കെ അകപ്പെട്ടു പോകുന്ന സാധുക്കൾക്കൊപ്പം. ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾക്കിടയിൽ ഒരെത്തും പിടിയും കിട്ടാത്തവർ, അങ്ങനെ ഒത്തിരി പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അങ്ങനെയുള്ളവരുടെ കൂടെ ഇരിക്കാൻ, തുണയായിരിക്കാൻ പറ്റുന്നവനാണ് സ്നേഹിതൻ അല്ലെങ്കിൽ ശിഷ്യൻ. ഇത്തിരി നേരം അവർക്കൊക്കെ ഒപ്പം നമ്മൾ സഞ്ചരിക്കണം. അത് ചിലപ്പോൾ ആശുപത്രി വരാന്തകളിലെ മിഴിപൂട്ടാത്ത കാത്തിരിപ്പാകാം, ചിലപ്പോൾ തൊട്ടടുത്ത സ്കൂൾ മുറ്റത്തെ നോട്ട് ബുക്ക് സ്റ്റോറിലേക്കാവാം,
ചിലപ്പോൾ ചോർന്നൊലിക്കുന്നൊരു മേൽക്കൂര ചുവട്ടിലേക്കാവാം, ചിലപ്പോൾ ദേശം വിട്ടുഴലുന്ന നിസ്സഹായരുടെ ഭ്രാന്ത ആഗമനങ്ങൾക്കൊപ്പമാവാം. കണ്ണു തുറന്നൊന്ന് നോക്കിയാൽ നാം ഓടിയെത്തി കൂട്ടിരിക്കേണ്ട ഒത്തിരി ദൂരങ്ങൾ നമ്മുടെ ഇത്തിരി വട്ടങ്ങളിൽ തന്നെയുണ്ട്. നമ്മുടെ തുണ ആവശ്യമുള്ള, നമ്മുടെ ഒരു നോട്ടം കടന്നു ചെല്ലാൻ കൊതിക്കുന്ന നിരവധി ഇടങ്ങളുണ്ട് എന്നാണ് സഖേറച്ചൻ ഓർമ്മപ്പെടുത്തുന്നത്. സത്യമായും സങ്കടത്തീയിൽ നാവുരുകിപ്പോയ പാവം മനുഷ്യരുടെ മഹാമൗനങ്ങളിലേക്കാണ് നാം ഇനിയും കയറി ചെല്ലേണ്ടത്. നിരവധി പേർ മൗനത്തിൻ്റെ വേദനകളിൽ, ദുഃഖത്തിൽ ആഴ്ന്ന് സങ്കടത്തിൻ്റെ തീയിൽപ്പെട്ട് ഒത്തിരി വിഷമിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ മൗനത്തിലേക്ക് കയറി ചെല്ലേണ്ടവനാണ്, അല്ലെങ്കിൽ കയറി ചെല്ലുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ. അതുകൊണ്ട് തന്നെ 27-ാം അധ്യായം തുടങ്ങുന്നതും ആ ഒരു മാനുഷിക മൂല്യങ്ങളെ മുൻനിർത്തിയാണ്. മനുഷ്യരുടെ എണ്ണം കുറഞ്ഞു വരുന്നു, ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും എണ്ണം കൂടിയും വരുന്നു. അതല്ലേ സത്യം? മനുഷ്യരുടെ എണ്ണം കൂടി വരികയാണ്, മറ്റു പലരുടെ എണ്ണമാണ് കൂടുന്നത്. അത് ഹിന്ദുക്കളായും ക്രിസ്ത്യാനികളായും മുസ്ലിങ്ങളായുമൊക്കെ ആ എണ്ണം ഇങ്ങനെ കൂടുകയാണ്. അപ്രകാരം സത്യത്തിലൊന്ന് തുറന്ന് സംസാരിച്ചാൽ തീരുന്ന അകലങ്ങളല്ലേ നമുക്കിടയിൽ പലപ്പോഴുമുള്ളൂ. ഈ ഒരു അകലങ്ങളാണ് നമ്മളെപ്പോഴും ചെറുതാക്കിക്കൊണ്ടിരിക്കേണ്ടത്. ഇങ്ങനെയൊരു കുറിപ്പുകളിൽ, അല്ലെങ്കിൽ പ്രത്യേകമായി 26-ാം അധ്യായത്തിൻ്റെ തുണയെന്ന അധ്യായവും 27-ാം അധ്യായവും മാനുഷിക മൂല്യങ്ങളെ, അല്ലെങ്കിൽ മാനുഷിക ബന്ധങ്ങളെ ഒത്തിരി ചേർത്തു പിടിക്കുന്ന 2 അധ്യായങ്ങളാണ്. അങ്ങനെ മാനുഷിക മൂല്യങ്ങളെ ചേർത്ത് പിടിക്കുമ്പോഴാണ് ഒരു നല്ല സ്നേഹിതനാകാനും നല്ല ശിഷ്യനാകാനും നമുക്ക് പറ്റുകയുള്ളൂ. അപ്പോൾ മാത്രമാണ് ക്രിസ്തുവിൻ്റെ ചാരേ നിൽക്കുന്ന, അവനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകുന്നു. അപ്പോഴാണ് പരിശുദ്ധ അമ്മയെപ്പോലെ ക്രിസ്തുവിൻ്റെ ചാരയുള്ള ശിഷ്യനായി മാറാൻ നമുക്ക് പറ്റുന്നത്. ആ ചാരേ നിൽപ്പിലേക്കാണ്, ആ പങ്കുചേരലിലേക്കാണ് ഓരോ സ്നേഹിതനെയും ക്രിസ്തു വിളിക്കുന്നത്. അങ്ങോട്ട് മടങ്ങിച്ചെല്ലാൻ, അവൻ്റെ ചാരയിലേക്ക്, അവൻ്റെ മടിത്തട്ടിലേക്ക് ഓടി വന്ന് ഉദയമാകാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ചാര എന്ന പുസ്തകം നമുക്ക് സമ്മാനിക്കുന്നത്. അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ പല ദർശനങ്ങളിലേക്കും, അല്ലെങ്കിൽ ഒരു സ്നേഹിതൻ്റെ, ശിഷ്യൻ്റെ ദാർശനിക ചിന്തകളെക്കുറിച്ചൊക്കെയാണ്. 31-ാം അധ്യായം ഒരു ബുദ്ധചിന്തയോടുകൂടിയാണ് തുടങ്ങുന്നത്. ഒരാളുടെ മനസ്സ് പവിത്രമാണെങ്കിൽ അയാളുടെ പരിസരവും പവിത്രമായിരിക്കും. ഒരാളുടെ മനസ്സ് പവിത്രമാകുമ്പോൾ അവൻ്റെ ചാരെ നിൽക്കുന്നവരും പവിത്രമുള്ളവരാകും, അല്ലെങ്കിൽ വിശുദ്ധരായി മാറുമെന്നാണ് ഓർമ്മപ്പെടുത്തൽ. ഇങ്ങനെ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ വിശുദ്ധരാക്കണമെങ്കിൽ, അല്ലെങ്കിൽ പവിത്രമാക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണമെന്നാണ്. അങ്ങനെ ശുദ്ധമാകുന്നത് എപ്പോഴാണ്? അത് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. ഈ ക്രിസ്തുവിനോടുള്ള ചേരലാണ് ഏറ്റവും വലിയ ദർശനമെന്നാണ് ഈ പുസ്തകത്തിലൂടെ അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ഒരു ശിഷ്യത്വത്തിലേക്ക്, ഈ ദാർശനിക ചിന്തയിലേക്കുള്ള നമ്മുടെ ദൂരമാണ് ഈ ചാരെ നമ്മളെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ മനസ്സ് പവിത്രമല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള സ്നേഹിതരുടെ ബന്ധങ്ങളിൽ ഈ അകൽച്ചയും, അല്ലെങ്കിൽ ഈ ദൃഢതക്കുറവൊക്കെ ഉണ്ടാകും. ഇങ്ങനെ അവരോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ചേർന്ന് നിൽക്കുക. അങ്ങനെ നിൽക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമായേ പറ്റൂ. ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതം വഴിമാറണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ബോധ്യങ്ങളിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും ക്രിസ്തു ഇറങ്ങി വരേണ്ടതുണ്ട്. ആ ക്രിസ്തുവിനെ കൂട്ടിക്കൊണ്ട് വരുമ്പോഴാണ്, ആ ക്രിസ്തുവിനെ കൈപിടിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോഴാണ് ദർശനം സംഭവിക്കുന്നത്. ആ ദർശനത്തിലാണ് യഥാർത്ഥ സ്നേഹിതൻ്റെ ഭാവങ്ങൾ മിഴിതുറക്കുക. ആ സ്നേഹിതനാവാൻ നമുക്ക് മത്സരിക്കാം. അമ്മ വിചാരങ്ങളിലൂടെയും സ്നേഹിതരെക്കുറിച്ചുള്ള, ശിഷ്യരെക്കുറിച്ചുള്ള വിചാരങ്ങളിലൂടെയും ചാര എന്ന ഈ പുസ്തകം നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുകയാണ്. ഏകദേശം 88 പേജുകളിലൂടെ വളരെ ചെറിയ അധ്യായങ്ങളിലായി ഈ പുസ്തകത്തിലെ ഓരോ വരികളും വളരെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളായി, ഓർമ്മകളായി മാറുകയാണ്. അതിൽ സഖേറച്ചൻ വിജയിച്ചിരിക്കുന്നു. കാരണം നമ്മുടെ മനുഷ്യ ജീവിതത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ അമ്മയെയും സ്നേഹിതരെയും അദ്ദേഹം മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ അവർ ചേർന്ന് നിന്നതുപോലെ നമ്മുടെ ജീവിതത്തിലേക്കും ചാരെ നിൽക്കാൻ ചിലരെ കൂട്ടുപിടിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണിത്. ചാരെ നിൽക്കാനും ചാരെ നിർത്താനും നമുക്ക് സാധിക്കണം. അങ്ങനെയാകുമ്പോഴാണ് ഈ പുസ്തകം ജീവിതമായി മാറുന്നത്. അങ്ങനെയുള്ള ജീവിതമായി മാറാൻ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു കൊച്ചു പുസ്തകമാണ് ചാരെ. കൂടെ നിൽക്കാനും കൂട്ടുവരാനുമൊക്കെ
അമ്മയെയും സ്നേഹിതരെയും ഒക്കെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ആ ഒരു ചാരയുടെ നിമിഷങ്ങളിലേക്ക് നമുക്ക് യാത്ര പോകാം. അതിനുള്ള ഓർമ്മപ്പെടുത്തലാണ് ചാര.